നമസ്കാരം. കേരളത്തിലെ കലാലയങ്ങളിൽ ഇന്ന് ചർച്ചയാകുന്നത് ഒരു പ്രഖ്യാപനമാണ്. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടില്ല, ഇനി ഞങ്ങൾ സമരങ്ങൾ നടത്തും, പോലീസിനെ തിരിച്ചടിക്കും. പറയുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേൾക്കുമ്പോൾ വലിയ വീരവാദം പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഇതിന് പിന്നിലെ സത്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഈ 10 വർഷക്കാലം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലാതിരുന്നപ്പോഴും, പരീക്ഷാഫലങ്ങൾ വൈകിയപ്പോഴും, ഗസ്റ്റ് ലെക്ചറർമാർക്ക് ശമ്പളം നൽകാതിരുന്നപ്പോഴും ഈ കുട്ടി സഖാക്കൾ എവിടെയായിരുന്നു? പിണറായി വിജയൻ എന്ന തമ്പ്രാന്റെ മുന്നിൽ വായ മൂടി കൈകെട്ടി നിൽക്കുകയായിരുന്നു. സ്വന്തം പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ ഇത്രയും കാലം അടിമകളെ പോലെ ഇരുന്നിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി പോലീസിനെ തല്ലുമെന്നും സമരം ചെയ്യുമെന്നും പറയുന്നത് എത്ര വലിയ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ അടുത്തിടയ്ക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ജയം അസാധ്യമെന്ന് കണ്ടപ്പോൾ പോലീസിന് നേരെ കുപ്പിയെറിയുകയും ഒരു പോലീസുകാരൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. 10 വർഷം സമാധാനമായിരുന്നു എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം, ആ സമാധാനം നിലനിന്നത് പ്രതിപക്ഷ സംഘടനകളുടെ മിതത്വം കൊണ്ടാണ്. എന്നാൽ സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ പോലീസിനെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് SFI വളർന്നു. പിണറായി വിജയനെ പേടിച്ച് പോലീസ് പലപ്പോഴും മിണ്ടാതിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസുകാർക്ക് പോലും മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ പണി നിർത്തി ഓട്ടോ ഓടിക്കാൻ പോകുന്നതാണ് അന്തസ് എന്ന് ഒരു സാധാരണ പോലീസുകാരനെ കൊണ്ട് ചിന്തിപ്പിച്ച ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടന്നത്. SFIയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ചിരി വരും. കാരണം അവർ എന്തിനെയൊക്കെ എതിർത്തോ അതൊക്കെ പിന്നീട് അവരുടെ തന്നെ സർക്കാർ നടപ്പിലാക്കി. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് വിദേശ സർവകലാശാലകൾ വരുന്നത് വിദ്യാഭ്യാസ കച്ചവടമാണെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്തവരാണിവർ. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുമ്പോൾ SFIക്കാർ മൗനവ്രതത്തിലാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറുകൾ അടിച്ചു തകർത്ത ചരിത്രം ഇവർക്കുണ്ട്. ഇന്ന് അതേ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഫേസ്ബുക്കിൽ വിപ്ലവം പ്രസംഗിക്കുന്നു. മറ്റൊരു സംഭവമാണ് മഹാരാജാസ് കോളേജിലെയും യൂണിവേഴ്സിറ്റി കോളേജിലെയും പരീക്ഷാ വിവാദങ്ങൾ. അത് ആരും മറന്നിട്ടില്ല. പഠിക്കാതെ ജയിക്കാനും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കാനും SFIയുടെ ലേബൽ മാത്രം മതി എന്ന അവസ്ഥയുണ്ടായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കായംകുളം MSM കോളേജിലെ SFI നേതാവായിരുന്ന നിഖിൽ തോമസിൻ്റേത്. ഇയാൾ ഇതേ കോളേജിൽ തന്നെ MCOMന് പ്രവേശനം നേടിയത് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തി. കലിംഗ സർവകലാശാലയിൽ നിന്ന് BCom പാസ്സായി എന്ന വ്യാജ സർട്ടിഫിക്കറ്റാണ് നിഖിൽ ഹാജരാക്കിയത്. എന്നാൽ ഇതേ കാലയളവിൽ നിഖിൽ MSM കോളേജിൽ BCom പഠിച്ചിരുന്നെങ്കിലും പരീക്ഷകളിൽ തോറ്റിരുന്നു. ഇത് വിവാദമായത് ഒരേ സമയം 2 സ്ഥലത്ത് എങ്ങനെ പഠിച്ചു എന്ന ചോദ്യം ഉയർന്നതോടെയാണ്. കലിംഗ സർവകലാശാല നിഖിൽ അവിടെ പഠിച്ചിട്ടില്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. SFIയുടെ സ്വാധീനം ഉപയോഗിച്ച് കോളേജ് അധികൃതരെ സ്വാധീനിച്ചാണ് നിഖിൽ പ്രവേശനം നേടിയതെന്ന് ആരോപണം ഉയരുകയായിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് K വിദ്യയുടെ കേസ്. മഹാരാജാസ് കോളേജിലെ മുൻ SFI നേതാവായിരുന്ന K വിദ്യ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ അഭിമുഖത്തിന് പോയപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ താൻ മുൻപ് പഠിച്ചിരുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റാണ് വിദ്യ ഹാജരാക്കിയത്. മഹാരാജാസ് കോളേജിന്റെ സീലും ലെറ്റർ പാഡും വ്യാജമായി നിർമ്മിച്ചാണ് വിദ്യ ഇത് ചെയ്തത്. മഹാരാജാസ് കോളേജ് അധികൃതർ തന്നെ ഇത് വ്യാജമാണെന്ന് പരാതി നൽകി. ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ധിക്കാരത്തോടെയാണ് ഇവർ സർവകലാശാല സംവിധാനങ്ങളെ കബളിപ്പിച്ചത്. ഇവരുടെ തന്നെ മറ്റൊരു സെറ്റപ്പാണ് ഇടിമുറികൾ. കേരളത്തിലെ പല സർക്കാർ കോളേജുകളിലും ഇടിമുറികൾ എന്ന പേരിൽ SFI കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. അവിടെ ചെന്ന് എതിർ സംഘടനയിൽ ഉള്ളവരെയോ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരെയോ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊട്ടിച്ചതും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സ്വന്തം സംഘടനയിലെ കുട്ടിയെ തന്നെ കുത്തി വീഴ്ത്തിയതും നമ്മൾ കണ്ടതാണ്. ഗവർണർക്കെതിരെ സമരം ചെയ്യാൻ റോഡിലിറങ്ങുന്ന ഇവർ PSC റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി കിട്ടാതെ കണ്ണീരോടെ തെരുവിൽ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതേപോലെ തന്നെ സ്വന്തം പ്രായത്തിലുള്ള യുവതി യുവാക്കൾ മണ്ണ് വാരി തിന്ന് സമരം ചെയ്തപ്പോൾ അവരെ പുച്ഛിക്കുകയായിരുന്നു ഈ വിപ്ലവകാരികൾ. അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പ്രതിഷേധക്കാരെ ഹെൽമറ്റ് വെച്ച് അടിക്കുമ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ ഇവർക്ക് നാണമുണ്ടായില്ല.
ഇപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. ആരെയാണ് നിങ്ങൾ തിരിച്ചടിക്കുന്നത്? നിയമം നടപ്പിലാക്കുന്ന പോലീസിനെയോ അതോ നിങ്ങളുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെയോ? 10 വർഷം അധികാരത്തിന്റെ തണലിൽ ഒളിച്ചിരുന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് ഇപ്പോൾ വീണ്ടും അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടാൻ നോക്കിയാൽ കേരളം അത് പൊറുക്കില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് കലാലയങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവണം, അല്ലാതെ പാർട്ടിയുടെ ഗുണ്ടകളായി മാറാനാവരുത്. ഈ കുട്ടി സഖാക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സർക്കാരിന്റെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവം കാണിക്കുക എന്നതാണ്. അല്ലാതെ പോലീസിനെ തല്ലാൻ പോകുന്നത് വിപ്ലവമല്ല, വെറും ഭീരുത്വമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.